മദ്രസയുടെ മക്കൾക്ക് അലിഫും ബാവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. ഈ മദ്രസയുടെ മുഅല്ലിമീങ്ങൾ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ രക്ഷിതാക്കൾ ബഹുമാനിക്കാതെ പോയാൽ ആ മക്കളോ ഉമ്മാനെയും ഉപ്പാനെയും ബഹുമാനിക്കാതെ പോകുന്നതിൽ സംശയം വേണ്ട. മദ്രസ ഉസ്താദുമാർ റമളാൻ വരുമ്പോ ആ മുഅല്ലിമീങ്ങളെ പലയിടങ്ങളിലും പരിഗണിക്കാറില്ല. റബീഉൽ അവ്വൽ വരുമ്പോ പലയിടങ്ങളിലും പരിഗണിക്കാറില്ല. മദ്രസയിൽ നിൽക്കുമ്പോ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോ ഉസ്താദെ നിങ്ങൾക്ക് ബർക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഹിക്മത്ത് പറഞ്ഞിട്ട് ഈ മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിൽ അവർ പിടിച്ചു വെക്കുകയാണ്. അവരുടേതല്ല പണം, പക്ഷേ ജമാഅത്തുകാരുടേത്, നാട്ടുകാരുടേത്. ഒരു മര്യാദക്കൊരു കുടുംബം പോറ്റാൻ മതിയായ അത്രയും ഒരു മുഅല്ലിമായ ഉസ്താദിന് ശമ്പളം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ കുതിര കയറുന്നവർ, അവരെ പേടിപ്പിക്കുന്നവർ, അവർക്കെതിരെ കേസിടുമെന്ന് പറയുന്നവർ, മുഅല്ലിമീങ്ങളെ തരം താഴ്ത്തുന്നവർ ഒരിക്കലും അത്തരം ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെ മക്കൾ അവരോട് നന്മ ചെയ്യാത്ത മക്കളാകാൻ സാധ്യതയുണ്ട്. കാരണം ഗസാലി ഇമാമൊക്കെ പറഞ്ഞത് ആ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളുടെ ബഹുമാനം വലുതാണ്. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി അവർ ത്യാഗം ചെയ്ത് നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വർഗമാണ് മുഅല്ലിമീങ്ങൾ. തങ്ങന്മാരെ പോലെ അവരെയും ബഹുമാനിക്കണം. നീ തങ്ങളെ ബഹുമാനിക്കുന്നത് അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് ഇഖ്ലാസോട് കൂടെയാണെങ്കിൽ, അതൊക്കെ വേണം, വേണ്ടെന്നല്ല.